ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുൺ രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ താലി ഇപ്പോൾ പ്രിയങ്കയുടെ കയ്യിലാണുള്ളത്. അത് തന്റെ ബാഗിലേക്ക് വെച്ചു എന്ന് കരുതി ആ ബാഗുമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്ക. ഒരു പുഴയുടെ അരികിൽ എത്തിയതിനു ശേഷം ബാഗ് ഉൾപ്പെടെ വലിച്ചെറിയുന്നുണ്ട്. ഇനി തനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പ്രിയങ്ക വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് വന്ന വരുൺ താലി തറയിൽ കിടക്കുന്നത് കാണുന്നു. ആ താലി കണ്ടതും വരുണിനെ എല്ലാ സത്യങ്ങളും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആറ്റുവാശ്ശേരിയിൽ ചെന്ന് തന്ത്രിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് വരുൺ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വരുൺ രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയുമായി ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് വരുൺ. വരുണിനെ വീണ്ടും അവിടെ കണ്ടപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ മുത്തശ്ശിയും യശോദയും ഞെട്ടി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി ഓടി വരുണിന്റെ അരികിലേക്ക് ചെന്നു. വരുൺ മുത്തശ്ശിയോട് പറയുന്നു, ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വന്നതാണെന്ന്. യശോദ കണ്ണു നിറഞ്ഞ് അവിടേക്ക് വന്നിട്ടുണ്ട്. യശോദയോട് സുകുമാരി മുത്തശ്ശി പറയുന്നു, വരുൺ സത്യങ്ങളെല്ലാം ദേവനോട് തുറന്നു പറയാൻ വന്നതാണത്രേ. ഇത് കേട്ട് വീണ്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദ. യശോദ അത് പറയരുത് എന്ന് പറഞ്ഞെങ്കിലും വരുൺ അത് കേൾക്കാതെയാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഈ സമയം വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ മുത്തശ്ശി വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി പെട്ടെന്ന് പ്രിയങ്ക അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം തന്ത്രി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തന്ത്രിയുടെ മുന്നിലേക്ക് വന്ന വരുൺ താലി എടുക്കുകയാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം വരുൺ ദേവനാരായണനോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി നിൽക്കുന്നു. എന്താ മോൻ പറഞ്ഞത്? മോൻ താലി കെട്ടിയ പെണ്ണെ രാധികയാണെന്നോ? ഇത് പറയുമ്പോൾ അദ്ദേഹം ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. വരുൺ യശോദയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, ഈ രഹസ്യം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണോ? ഇത് കേട്ട് തല താഴ്ത്തി നിൽക്കുകയാണ് യശോദ. യശോദയെ പൂജാമുറിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് തന്ത്രി യശോദയോട് ചോദിക്കുന്നു, ഇപ്പോൾ എനിക്കറിയണം, സത്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അറിയണം. അങ്ങനെ ആ പൂജാമുറിയിൽ നിർത്തി തന്നെ യശോദ കാര്യങ്ങളെല്ലാം തന്ത്രിയോട് പറയുന്നുണ്ട്. ആ സമയത്തായിരുന്നു അവിടേക്ക് ഓടി പ്രിയങ്ക എത്തിയത്. അങ്ങനെ സത്യങ്ങൾ തന്ത്രിയും അറിഞ്ഞിരിക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇനി അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.